ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മസാല ദോശയുടെയും ഒരു സ്പെഷ്യൽ ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ മസാല ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മസാലയാണ് നമ്മൾ ആദ്യം ക്യാരറ്റും പൊട്ടറ്റോയും കൂടിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. 3 വിസിലാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും നന്നായിട്ട് വേവട്ടെ. അത് വേവുന്നതിന് മുന്നേ നമുക്ക് ഇപ്പുറത്തെ ഗ്യാസിൽ ഉള്ളി വഴറ്റാം. ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്കതിൽ ഈ പൊട്ടറ്റോ വേവിച്ചിട്ട് ഉടച്ചത് അതിലേക്ക് മിക്സ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഉള്ളിയും കൂടി അതിലിട്ട് വേവിക്കേണ്ടത് കുറച്ചുകൂടി ടേസ്റ്റി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുകിട്ടു. ഇനി സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകും കീറിയതും ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. സവോള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സവോള വഴറ്റി. ഒത്തിരി വഴണ്ടേണ്ട ആവശ്യമില്ല. ഒത്തിരി വഴറ്റിയ ശേഷം നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കി സോട്ട് ചെയ്തെടുത്തു. ഇത് നന്നായിട്ട് അപ്പോൾ മസാല റെഡി. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് വാങ്ങി വെച്ചാൽ ഇത്തിരി കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. മസാല കുറച്ചും കൂടി ലൂസായിട്ടിരിക്കുന്നതാണ് നന്നായിരിക്കുക അത്. ഇനി നമ്മൾ ഇനി ചട്നിക്ക് വേണ്ടത് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് പനിക്കൂർക്ക, രണ്ട് തുളസി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പൊട്ടുകടല, തേങ്ങ, കുരുമുളക്, ഉഴുന്നുപരിപ്പ്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് നെയ്യിൽ തന്നെ ഇത് ചെയ്യണം കേട്ടോ, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും കൂടുതൽ. നെയ്യ് ഒഴിച്ച് നമ്മൾ അതിലേക്ക് പൊട്ടുകടല ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പൊട്ടുകടല ഒന്ന് ഇട്ടതിന് ശേഷം തന്നെ കുരുമുളക് ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ഉഴുന്നും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു. ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് പനിക്കൂർക്കയുടെ ഇല മാത്രം ഇട്ടിട്ട് നമുക്കൊന്നും കൂടി വഴറ്റിയെടുക്കാം. പനിക്കൂർക്കയും തുളസിയും കൂടി ഇട്ടിട്ടാണ് ഞാനത് വഴറ്റുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 2 മല്ലിച്ചപ്പൊക്കെ ഇടാം. നല്ല ടേസ്റ്റ് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ടു. ഇനി അതിലേക്ക് നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, മോളാണ് ഇതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു ഇതൊക്കെ ഇട്ട് തരാൻ. ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇട്ട് ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ആ നെയ്യിൽ തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ട് അത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് താളിച്ചൊഴിക്കുക. നെയ്യ് ഒഴിച്ച് അതിൽ നമ്മൾ ചെറിയ ഉള്ളി മൂപ്പിച്ചത്, 2 തണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാവണം ചെറിയ ഉള്ളി. അതിന് ശേഷം ആ താളിച്ചത് നമ്മൾ പനിക്കൂർക്കയിലേക്ക് ഇട്ടു. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. ദോശമാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. ദോശ നന്നായി വലിയ ദോശയായിട്ട് പരത്തിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് തൂവിക്കുക. നന്നായി നെയ്യും കൂടി തൂവിച്ച് കഴിഞ്ഞാലാണ് അതിൽ നല്ലൊരു ടേസ്റ്റ് വരും. ശരിക്കും അടിപൊളി മസാല ദോശയും പനിക്കൂർക്ക ചട്നിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണിത്. അവൾ എപ്പോഴും പറയും അമ്മ മസാല ദോശയും പനിക്കൂർക്ക ചട്നിയെന്ന്. മസാല നമ്മളതിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് മസാല ദോശയും പനിക്കൂർക്ക ചട്നിയും ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കുന്ന ആൾ മോള് തന്നെയാണ്. അവളത് ടേസ്റ്റ് ഓരോന്ന് അതിൽ നുള്ളി എടുത്ത് കഴിച്ചിട്ട് അവൾ പറയും അവൾക്ക് ഭയങ്കര ഇഷ്ടം, അവളുടെ ഫേവറേറ്റ് ഫുഡാണിത്. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് കൊടുത്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്.